നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ പറളി ചന്തപ്പുരയിലാണ്. ഇവിടെ പറളി ജംഗ്ഷനിൽ ഓടഞ്ഞൂർ കോട്ടായി റോഡിൽ കഴിയുന്നവിടെ ജലജീവൻ മിഷൻ പൈപ്പിന് വേണ്ടി പൊളിച്ച ഒരു സ്ഥലം ഇതുവരെ ആയിട്ടും ഇത് മൂടാനോ ഇതിന് വേണ്ടപ്പെട്ട PW ഉദ്യോഗസ്ഥന്മാർ ആരും മൂടാൻ തയ്യാറായിട്ടില്ല. അതിനുശേഷം ഇവിടുത്തെ ഈ ചേട്ടന്മാരെ ലോഡിങ്ങുകാർ വണ്ടിപ്പെട്ട് ഒരു യാത്രാ ബൈക്ക് വീണിരുന്നു. ഇവിടെ ഭയങ്കര ഒരു അപകടാവസ്ഥയാണ്. അപ്പോൾ അതിൽ ഞങ്ങളെല്ലാവരും കൂടി കല്ല് വെച്ച് മെറ്റല് ഒക്കെ കൂടി അതിൻ്റെ ഉള്ളിലിട്ട് ഇപ്പോൾ ക്ലിയർ ആക്കിയിട്ട് ഇനി അത് മഴയത്ത് ഭയങ്കര അപകടമാണ്. ചന്തപ്പുര ഓടനൂര് പോണ റോഡ് അതൊരു 1.5 മാസമായി. അവരോട് പറഞ്ഞപ്പോൾ എന്താ പറയുന്നത്? ഒന്നും ശരിയാക്കിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇനി വീഴേണ്ട അവർക്ക് ചെയ്ത പണിയാണ്. ഭയങ്കര അപകടസ്ഥയാണ്. ലോഡിങ്ങുകാർക്ക് കൂടുതലാണ്. യാത്രക്കാരും ഒക്കെ ബുദ്ധിമുട്ടാണ്. എത്രയും പെട്ടെന്ന് അത് ചെയ്ത് കിട്ടിയാൽ നന്നായി. ഇനി അപകടങ്ങൾ വരും. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഈ വേണ്ടപ്പെട്ട ആരെങ്കിലും ബന്ധപ്പെടുന്ന അടിയന്തരമായി ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഈ ചാല് മങ്കര ഗേറ്റ് അടുത്ത് ഏറ്റവും കൂടുതൽ വാഹനം റെയിൽവേ ഗേറ്റ് ആ പാലം പണി നടക്കുമ്പോൾ കംപ്ലീറ്റ് വണ്ടി അത് മങ്കര പാലം പണി അവിടെ റെയിൽവേ ഗേറ്റ് അടുത്തിരിക്കണം. അതുകൊണ്ട് അവിടുത്തെ എല്ലാ വാഹനങ്ങളും ഈ വഴി പോകുന്നു അല്ലേ? അതും ഇത് മഴ പെയ്താൽ ഇതിലേക്കാൾ രൂക്ഷമാണ് ഈ സംഭവം. അപ്പോൾ എത്രയും പെട്ടെന്ന് വേണ്ടപ്പെട്ട അധികാരികൾ അല്ലെങ്കിൽ PW ഉദ്യോഗസ്ഥന്മാർ എത്രയും പെട്ടെന്ന് ഇത് മൂടണം. ലേഡീസ് കുറേ ആൾക്കാർ വീഴണ്ടാണ് ഇവിടെ മൊത്തം കൊണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ കൊടുത്തു വിട്ടാണ് ഈ ഭാഗത്ത്. ഭയങ്കര അപകടമാണ്. പെട്ടെന്ന് അത് ശ്രദ്ധിക്കില്ല അല്ലേ? ആ ടേണിങ് അതുപോലെ കുറച്ചങ്ങോട്ട് വീതിയിൽ എടുത്താൽ നന്നായിരിക്കും. വീതി കൂട്ടിയ 2 ടേണിങ്ങും വീതി കൂട്ടി വന്നാൽ ഇത്തിരി ചന്തപ്പുര റോഡ് നല്ല ബന്ധവസ്ഥയായിരിക്കും, നന്നായിരിക്കും. അപ്പോൾ അതെ ഇത് ഇവിടെ ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്ന 2 വീലറുകാരാണ്. അപ്പോൾ അത് ഈ അവസ്ഥയെ എത്രയും പെട്ടെന്ന് വേണ്ടപ്പെട്ട PW ഉദ്യോഗസ്ഥന്മാരും മറ്റ് അധികാരികൾ ഈ വിഷയത്തിൽ ഉടനടി അടിയന്തരമായി ഇടപെട്ട് ഇതിലൊന്ന് ഈ പൈപ്പ് ഈ ചാല് കീറിയ ഭാഗം പൂർണ്ണമായും നല്ല രീതിയിൽ തന്നെ തൽക്കാലം മൂടി മാത്രം പോരാ, നല്ല രീതിയിൽ വാഴ വെക്കാൻ അവിടെ വരുത്തണ്ട പറയും. അല്ലെങ്കിൽ സമരം നടത്തലും ഇത് വേണ്ടപ്പെട്ട അധികാരികൾ കണ്ണടച്ചാൽ ഇവർ വാഴ വെച്ചിട്ട് ഞങ്ങൾ അവിടെ വലിയൊരു ജനങ്ങൾ കൂടും അവിടെ വരുത്താൻ പാടില്ല. നമ്മൾ ശക്തമായി തന്നെ ഇടപെട്ട് വാഹനങ്ങൾ ജാസ്തി പോയിക്കൊണ്ട് അപ്പോൾ
വേറെ ജനങ്ങൾക്ക് ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്, ഇനിയും ഇത് കണ്ടില്ല എന്നടിച്ചാൽ വാഴ വെച്ച് സമരം നടക്കും അല്ലേ? വേണ്ട വെച്ച് തെങ്ങും നടക്കും, ഒക്കെ ചെയ്യും. വേണ്ട വെച്ച് തെങ്ങും ഇവിടെ മാത്രമല്ല ഓടന പരിപാടിയും ഭയങ്കര. അപ്പോൾ എന്തുകൊണ്ട് ഈ വേണ്ടപ്പെട്ട അധികാരികൾ ചാല് മൂട് മാത്രമേ ഉള്ളൂ, ഇത് അല്ല ചാല് കീറുക, പൈപ്പിടുക, പോവുക, ബാക്കിയെല്ലാം അടയ്ക്കാതെ അവർ പറയുമ്പോൾ എന്താ പറയുന്നത്? മൊത്തം റോഡിലാണ് ഇപ്പോൾ ഈ മണ്ണ് കിടക്കുന്നത്. അതുകൊണ്ട് വണ്ടി സൈഡ് എടുക്കാൻ പറ്റില്ല. 2 വാഹനം കൂടി വന്നാൽ ബ്ലോക്കായി. പിന്നെ ഡ്രൈവർമാർ തമ്മിലായി യുദ്ധം, വഴക്കും പക്കാണും, അംഗം വെട്ടില്. അത് ഞങ്ങൾ പറഞ്ഞ് തിരിച്ച് കൊണ്ട് വണ്ടിയിലാണ് പറഞ്ഞ് വിടണം. ഞങ്ങൾ ലോഡിങ്ങുകാർ മടുത്തു. ഇതപ്പോൾ കേട്ടിട്ടുണ്ടല്ലോ, ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ, ഇവിടുത്തെ കാര്യങ്ങൾ. ഇനി കൂടുതൽ ശക്തമായ സമര പരിപാടിക്ക് ഇവരെ നയിക്കരുത് എന്നാണ് പറയാനുള്ളത്. വേണ്ട ഇനി അടുത്ത ഇനി ശ്രദ്ധിച്ചില്ലെങ്കിൽ വാഴയും വെക്കും, വേണ്ടുമ്പോൾ തെങ്ങും വെക്കും. ശക്തമായ പ്രതിഷേധ പ്രകടനം നടത്തേണ്ടി വരും. അടിയന്തരമായി ഇതിൽ പൊതുപ്രവർത്തകർക്ക് കാണുന്നില്ല, അത് ജനപ്രതിനിധി കാണുന്നില്ല. അവർക്ക് ഈ വിഷയം ശക്തമായി ഇതിന് ഇടപെടണമെന്നേ, എല്ലാ വിഷയവും ശക്തമായി ഇടപെടണം. ഇതെത്ര സമയമല്ലേ? വേണ്ടപ്പെട്ട PWD ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് അവർക്ക് നിർദ്ദേശം കൊടുക്കണം, ഒരു ജനപ്രതിനിധിയല്ല. മനസ്സിലായില്ല? അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഉടനെ അടിയന്തരമായി ഇടപെട്ട് ഇതിനൊരു ഉടനെ പരിഹാരം കാണാം. ഇതിന് മുന്നേ മെമ്പർ അജി പറഞ്ഞതാണ്. ഈ വാർഡിലെ മെമ്പറാണ്. അവൻ പറഞ്ഞു ഇങ്ങനെ കൂടി ചർച്ച ചെയ്ത് എല്ലാം വിട്ടതാണ്. എന്നിട്ടും അതിനൊരു പോകാൻ വഴിയില്ല. മെമ്പറുമായിട്ട് വൈസ് പ്രസിഡന്റ് മെമ്പറും ഈ വാർഡ് മെമ്പർ വൈസ് പ്രസിഡന്റായ അജിയോടും ഇവർ സംസാരിച്ചു, ചർച്ച ഞങ്ങളെല്ലാവരും കൂടി ചർച്ച ചെയ്താണ്. ഒന്നും തീരുമാനമായിട്ട് ചർച്ച ചെയ്തു. ബാക്കി അതിന് യാതൊരു തീരുമാനവും ആയിട്ടില്ല. അപ്പം ഇനി അതും കൂടി ഒന്ന് അതുകൂടി ഒന്ന് ഈ വിഷയത്തിൽ ഇടപെട്ട് വൈസ് പ്രസിഡന്റ് മാത്രമല്ല, ഈ വാർഡ് മെമ്പറും കൂടി അദ്ദേഹം. അപ്പോൾ ഇതിൽ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെട്ട് ഇടയ്ക്കിടയ്ക്ക് അപകടം ഉണ്ടാകുന്നുണ്ട് അല്ലേ? പെട്ടെന്ന് രാത്രിയൊക്കെ വരുമ്പോൾ പെട്ടുപോലെ താങ്കളുടെ പകലെ ശ്രദ്ധിക്കുന്നില്ല. തൽക്കാലം ഇവരാണ് ഇപ്പൊ ഈ കണ്ടത്, ഈ വീഡിയോ കണ്ടത്, നേരത്തെ കണ്ടത്. 3 മണിക്കൂർ പണിയാണ്. 3 മണിക്കൂർ ഇവര് 3 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ടാണ് തൽക്കാലം ഇങ്ങനെ മൂടി. ഇവർക്ക് ഒരു മൂടാനൊരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഈ വേണ്ടപ്പെട്ട ഈ PWD ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇതിൽ അടിയന്തരമായി ഇടപെട്ട് ഇതിൽ എത്രയും പെട്ടെന്ന് പരിഹാരം കാണും. അതുപോലെ തന്നെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകർക്ക് ശക്തമായിട്ട് അടിയന്തരമായി ഇടപെട്ട് ഇതിനൊരു വഴി കാണണം. കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും. ഈ വഴി പോകുന്ന വഴിയിൽ വാഴയും വെക്കും, വേണ്ടി വന്ന തെങ്ങും വെക്കുന്ന വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഇത് പരിഹാരം കാണും. ഈ ഇതുപോലുള്ള സമരപരിപാടികളൊക്കെ ഇവർ ആനയിക്കരുത് എന്നാണ് ഇവർക്ക് ഓർമ്മിപ്പിക്കാൻ, ഇവർക്ക് മുന്നറിയിപ്പ് കൊടുക്കാനുള്ളത്. ഇത് ഒരു കാര്യം ഇതല്ല. എന്തായാലും ഉടനെ ഈ വിഷയത്തിൽ ഇടപെട്ട് ഇതിനൊരു പരിഹാരം കാണണം എന്നാണ് പറയാനുള്ളത്. ഇതിനു മുമ്പ് വൈസ് പ്രസിഡന്റിനും ഇവിടുത്തെ വാർഡ് മെമ്പറായ ഇവരെ ഈ ചേട്ടന്മാർ ചർച്ച ചെയ്തു. ആ എല്ലാം ചർച്ച ചെയ്ത് പിരിഞ്ഞു. പക്ഷേ നാളെ ഇതുവരെ അതിനൊരു തീരുമാനം ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഈ വിഷയത്തിൽ ഉടനെ ഇടപെട്ട് ഇതിന് പരിഹാരം കാണണം. അല്ലെങ്കിൽ ഭയങ്കര അപകടങ്ങൾ വരും. വാഹനങ്ങൾ കൂട്ടിയിടിക്കാനുള്ള സാധ്യത തള്ളിക്കാനാൻ പറ്റില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെട്ട് ഇത് പരിഹാരം കാണണമെന്ന് പറഞ്ഞു.